നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 87ാം തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി നടന്ന ദിവ്യബലിക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിനു ശേഷം തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന നേർച്ചയായ നിത്യസഹായാമൃതത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ജനറൽ നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 6-നും വൈകിട്ട് 5-നും ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. മെയ് 2-ന് വൈകിട്ട് 5 മണിക്ക് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ 16 നവവൈദികർ കാർമ്മികത്വം വഹിക്കും. മെയ് 3-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ മെയ് 4-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 6:45-ന് ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്, മറ്റ് വിവിധ കമ്മിറ്റി കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും തിരുനാളിന് നേതൃത്വം നൽകും. ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം തകർക്കുന്ന സംഘപരിവാറിന്റെ ഒരു നടപടിയും അനുവദിക്കുകയില്ലെന്ന് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ P. സുരേന്ദ്രൻ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വടക്കേക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്നേരി പാലസ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി വടക്കേക്കാട് TMK റീജൻസിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മഹല്ല് കോർഡിനേഷൻ ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം ഉസ്താദ് അബ്ദുൾ സലാം ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വളണ്ടിയർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ് പരൂർ, മഹല്ല് ഖത്തീബുമാർ, സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അറക്കൽ അബ്ദുൾ ഗഫൂർ സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ചന്ദനത്ത് നന്ദിയും പറഞ്ഞു. എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞോ? ഇല്ലല്ലോ. ക്ഷേത്രത്തിലൊക്കെ കോടാനുകോടി സമ്പത്ത് കിടക്കല്ലേ. എന്നിട്ടല്ലേ പട്ടിണി പാപങ്ങളായ ആദിവാസികൾ, ദളിത് സമുദായക്കാരൊക്കെ ഇവിടെ ഉള്ളത് അല്ലേ? അവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതല്ല നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അതല്ല അല്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഇനി വേറൊരു കാര്യം, സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ ശ്രീ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ തന്റെ കലാസബര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്ത്രി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30-ന് നെല്ലുവായിലെ വസതിയിൽ നടക്കും. പ്രസാദ്, പ്രസീത എന്നിവർ മക്കളും രാജശേഖരൻ നെല്ലുവായ്, കലാമണ്ഡലം സംഗീത എന്നിവർ മരുമക്കളുമാണ്. കാണാതായ 14-കാരൻ റസീൻ റിച്ചുവിനെ കണ്ടെത്തി. ചങ്ങരംകുളം പെരുമുക്ക് സ്വദേശി 14 വയസ്സുകാരൻ റസീൻ റിച്ചുവിനെ കൊച്ചിയിൽ നിന്നാണ് കണ്ടെത്തിയത്.
കഴിഞ്ഞ ദിവസം രാവിലെ 9:30 കോക്കൂരിലെ ദർസ് സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ റസീനെ പിന്നീട് കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചി ഇടപ്പള്ളിയിലെ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും എറണാകുളം പോലീസാണ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ ചങ്ങരംകുളം പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ചങ്ങരംകുളം പോലീസും കുട്ടിയുടെ ബന്ധുക്കളും കൊച്ചിയിലെത്തി കുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് തിരിച്ചു. കാട്ടകാമ്പാൽ രാമപുരം 36 നമ്പർ അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന അങ്കണവാടി വർക്കർ CK സുശീലയ്ക്ക് യാത്രയപ്പും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ശനിയാഴ്ച നടക്കും. രാമപുരം ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ സുശീലയ്ക്ക് പുറമെ ചൊവ്വന്നൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ഗഫൂർ ഹാജി, മുൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ 9 പേരെയും ആദരിക്കും. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയാകും. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ MS മണികണ്ഠൻ, കൺവീനർ ഗീത ഭാസ്കർ എന്നിവർ പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുടെയും അതിന്റെ ഭാഗമായി ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുശീല ടീച്ചറെയും കാട്ടകാമ്പാൽ ഗ്രാമപുരം 2ാം വാർഡിലെ ജനപ്രതി എന്ന നിലയിൽ ആദരവ് കൊടുക്കുന്നതിനുള്ള നടപടികളുമായി ശനിയാഴ്ച 26-ാം തീയതി 3 മണിക്ക് ഈ ചടങ്ങ് നടക്കുകയാണ്. നാടിന്റെ വികസനത്തിന് വേണ്ടി നാളിൽ പ്രവർത്തിച്ച ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പഞ്ചായത്ത് ലഹരിക്കെതിരെയുള്ള CPM ക്യാമ്പയിന്റെ ഭാഗമായി തിപ്പിലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച കലാജാഥ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്ത കലാജാഥ 5 ദിവസങ്ങളിലായി പഞ്ചായത്തിലെ 30 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വ്യാഴാഴ്ച വൈകിട്ട് കോടത്തുകുണ്ടിലാണ് സമാപിച്ചത്. ലഹരിവിരുദ്ധ സന്ദേശവുമായി ഒല്ലൂർ സ്വദേശി PD പൌലോസ് അവതരിപ്പിച്ച ഏകാംഗ നാടകം ശ്രദ്ധ നേടി. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, KB ജയൻ, പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ എന്നിവർ വിവിധ ഇനങ്ങളിൽ സംസാരിച്ചു. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൽ വിളംബര ജാഥകൾ, യോഗ, ആയോധന കലാപ്രകടനങ്ങൾ, യൂത്ത് നൈറ്റ് മാർച്ച്, തെരുവോര ചിത്രരചന, സാഹിത്യ സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി മറ്റം സെന്ററിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ് നിരപരാധികളായ 26 പേരുടെ കൊലപാതകത്തിൽ പ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ, ബ്ലോക്ക് ഭാരവാഹികളായ AP ബാബു മാസ്റ്റർ, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, അപ്പു ആളൂർ, AM മൊയ്തീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, BV ജോയ്, ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. AR ശ്രീ കാർത്തിയായിനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 29-നാണ് കാർത്തിക ആറാട്ട് മഹോത്സവം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 നട തുറന്നതിന് ശേഷം ആചാര്യവരണം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. മേൽശാന്തി എടമനയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. കൊടിയേറ്റത്തിനു ശേഷം പ്രസാദ ഊട്ട് നടന്നു. വലിയ ആറാട്ടുവരെ ദിവസവും വിശേഷാൽ പൂജകൾ, ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, ഉത്സവക്കഞ്ഞി എന്നിവയും വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ വിവിധ കലാപരിപാടികളുമുണ്ടായിരിക്കും. 29-ന് ആറാട്ട്, പൂജ, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, കൊടിമര ചുവട്ടിൽ പറവച്ച് എതിരേറ്റതിനു ശേഷം ഉത്സവത്തിന്റെ കൊടിയിറക്കും. വൈകിട്ട് 5:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ, ഗജവീരന്മാരോടും വാദ്യാഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. 7:25 മുതൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 24 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം പൂരത്തിന് മാറ്റേകും. രാത്രി പൂരാവർത്തനവും ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18ാം കർമ്മം, ദണ്ടുപറിക്കൽ, വടക്കേ നടക്കൽ പറവെപ്പ് എന്നിവയോടെ ഈ വർഷത്തെ കാർത്തിക ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതി നേതൃത്വം നൽകും.
പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനും കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ തൊട്ടുണർത്തുവാനും സമഗ്ര ശിക്ഷ കേരളം സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൻ കടപ്പുറം UP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം നാടിന് സമർപ്പിച്ചു. SSK തൃശൂർ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. 2 ക്ലാസ് മുറികളിലും ഗ്രൌണ്ടിലുമടക്കം 13 ഇടങ്ങളിലായാണ് വർണ്ണമനോഹരമായി കുട്ടികൾക്ക് കളിയിലൂടെ പഠിക്കാനുതകുന്ന രീതിയിൽ വർണ്ണക്കൂടാരം സജ്ജമാക്കിയത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ SSK DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൌൺസിലർ PK രാധാകൃഷ്ണൻ, ചാവക്കാട് AO PM ജയശ്രീ, BRC MT സംഗീത, BRC ട്രെയിനർ TS അജിത, PTA പ്രസിഡന്റ് CA അബിന തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപിക PK റംല ബീബി സ്വാഗതവും സീനിയർ ടീച്ചർ SK പ്രിയ നന്ദിയും പറഞ്ഞു. BRC ഈ സ്റ്റാൻസ് പദ്ധതി രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഏറ്റവും പ്രിയങ്കരായ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം കൂടി നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിലവാരം മെച്ചപ്പെടുത്താനും കെട്ടിടങ്ങളും മറ്റ് പാശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏടായി ഈ വിദ്യാലയവും മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജമ്മു കശ്മീർ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരാഞ്ജലി അർപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കാര്യകർത്താവ് അശോകൻ മമ്പറമ്പിൽ, മണ്ഡലം സെക്രട്ടറി യദുകൃഷ്ണൻ കുറുമാൽ, MC മത്തായിക്കുട്ടി, സുരേഷ് തിരുത്തിയിൽ, അഭിലാഷ് തയ്യൂർ, അച്യുതൻ കുറുമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പുന്നേർകുളത്ത് BJP നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആൽത്തറ സെന്ററിലാണ് മെഴുകുതിരി കത്തിച്ച് പ്രവർത്തകർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. തുടർന്ന് പാകിസ്ഥാൻ പതാക കത്തിച്ച് പ്രതിഷേധിച്ചു. BJP പുന്നേർകുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC രാജു സംസാരിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, സീന സുരേഷ്, മണ്ഡലം സെക്രട്ടറി ശാന്തി സതീശൻ, പുന്നേർകുളം വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ദിലീപ് അരിയല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക കൊടുത്തു തീർക്കണമെന്ന ആവശ്യം ശക്തം. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഹാളിലെത്തിയ രക്ഷിതാക്കൾ പൊതുപ്രവർത്തകൻ PM സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന് കൂട്ടഹർജി നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ട തുകയാണ് രേഖകൾ പ്രകാരം മുഴുവനായി ലഭിച്ചിട്ടില്ലാത്തതായി ഇവർ പറഞ്ഞു. 2024 ഏപ്രിൽ മാസത്തിനു ശേഷം നൽകിയ അപേക്ഷയിൽ മാസം തോറും ലഭിക്കുവാൻ അർഹതയുള്ള സ്കോളർഷിപ്പ് തുക 2025 മാർച്ച് മാസം വരെ നീട്ടുകയും ചെയ്ത നടപടി രക്ഷിതാക്കൾ ചോദ്യം ചെയ്തു. പുതിയ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാതിരുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പിടിപ്പുകേടാണെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. നിലവിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ഇവരുടെ വിദ്യാഭ്യാസത്തിനും യാത്രാ ചെലവിനും തന്നെ പോരാ എന്നിരിക്കെ ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു. കുട്ടികള് ഈ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാടുണ്ട്. ആ കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക ഇതുവരെ ഫുള്ളായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. അത് മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും കൂടി തീർത്തതാണ്. പക്ഷെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ മാത്രം ഈ കുട്ടികൾക്ക് ആ തുക കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മ ചേർന്നിട്ട് ഇന്നലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കംപ്ലൈൻറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് അത് ഈ മാസം ഞങ്ങൾക്ക് ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ മാസം അതുപോലെ തന്നെ ഇതിന്റെ സൂപ്പർവൈസറിന്റെ അടുത്ത് ചോദിച്ചപ്പം മാർച്ച് മാസത്തിൽ ലാസ്റ്റ് തരും എന്ന് പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതായ മുഴുവൻ സ്കോളർഷിപ്പ് തുകയും ഉടൻ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. പുതിയ വിദ്യാർത്ഥികളുടെ കൃത്യമായ രജിസ്ട്രേഷൻ സംബന്ധമായ വിവരശേഖരണങ്ങളും അധികാരികൾക്ക് യഥാസമയങ്ങളിൽ ICDC ഓഫീസർ നൽകാൻ വൈകിയതിലുള്ള വീഴ്ചയാണ് സ്കോളർഷിപ്പ് വൈകാനുള്ള കാരണമെന്ന് രക്ഷിതാക്കളായ PM സലാഹുദ്ദീൻ, നസീമ ബീവി, ജസീന ഷെരീഫ്, ഫാത്തിമ യൂസഫ്, റുക്കിയ എന്നിവർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ പറയുന്ന മറുപടി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മുഴുവൻ അപേക്ഷയും സ്വീകരിച്ചതിന് ശേഷം അവർക്ക് നൽകേണ്ടതായ തുക വിലയിരുത്തുന്നതിൽ
പിഴവ് പറ്റി എന്നാണ് ഐസിയുടെ സൂപ്പർവൈസറുടെ മറുപടി. അതാണ്. ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട മുഴുവൻ തുകയും ലഭിച്ചില്ല. ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കണ്ടാണിശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. സിപിഐഎം കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ഡിവൈഎഫ്ഐ കണ്ടാണിശ്ശേരി മേഖലാ സെക്രട്ടറി UM ഗോപകുമാർ, മേഖലാ ട്രഷറർ റിനീഷ് രാഗേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ബിനു ജോൺസൺ, KA ഷിനാസ്, TK സുബീഷ്, SFI ജില്ലാ കമ്മിറ്റി അംഗം മാളവിക പ്രദീപ്, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ, വർഗ ബഹുജന സംഘടന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഭീകരാക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. ചാലിശ്ശേരി അങ്ങാടി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. സഹായം ജീവിതമാകട്ടെ എന്ന ആശയം മുന്നോട്ടുവെച്ചാണ് 2001 50ഓളം കുടുംബങ്ങൾ ചേർന്ന് മരണാനന്തര സമിതി രൂപീകരിച്ചത്. EP കുഞ്ഞപ്പൻ, മാക്കുണ്ണി മാസ്റ്റർ, തുപ്പുണ്ണി പൂഴിക്കുന്നത്ത്, അശോകൻ പൂഴിക്കുന്നത്ത്, CK കുമാരൻ, PS ആൻഡ്രി എന്നിവരാണ് ആദ്യകാലത്ത് മരണാനന്തര സമിതിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചത്. ഈ കൂട്ടായ്മ വളർന്നാണ് 25ന്റെ നിറവിലേക്ക് എത്തി നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും ഭാരം നിറഞ്ഞ നിമിഷങ്ങളിൽ മരണം എന്ന അപ്രതീക്ഷിത സന്ദർശകനെ നേരിടേണ്ടി വരുമ്പോൾ വീടിന്റെ മുഴുവൻ ചുമതലയും മരണാനന്തര സഹായ സമിതി ഏറ്റെടുത്ത് നടത്തിവരുന്നു. വിവിധ മതസ്ഥരായ 58 കുടുംബങ്ങളുടെ വിശ്വാസവും സ്നേഹവും വലിയൊരു കുടുംബമായി വളർന്ന സമിതി ദേശത്തിന്റെ സാന്ത്വനമായി മാറിയെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു. സഹായം, പങ്കിടൽ, മനുഷ്യത്വം എന്നിവ കൈമുതലാക്കിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏകോപനത്തിന്റെ മാതൃകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അംഗങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആസ്ഥാന മന്ദിരം ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9:30 തൃത്താല ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം നിഷ അജിത് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര സഹായ സമിതിക്ക് പ്രസിഡന്റ് അശോകൻ ചിറ്റയിൽ, സെക്രട്ടറി അനീഷ് കൊള്ളഞ്ചേരി, ട്രഷറർ അശോകൻ പൂഴിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സതീഷ് പൂഴിക്കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി തൊണ്ടിക്കുന്നത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം പുനേർകുളം മാവിൻചുവട് പരേതനായ വാലിയത്ത് രാധാകൃഷ്ണൻ മാസ്റ്റർ ഭാര്യ മാലതി ടീച്ചർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പുഷ്പജ, സുരേഷ് ബാബു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.